ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് തങ്കലാൻ എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നൊരു പടമാണ് തങ്കലാൻ. സോ തങ്കലാൻ മൂവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് പാ രഞ്ജിത്ത് മൂവിയാണ്. ഈ പാ രഞ്ജിത്തിന്റെ മൂവി പാറ്റേൺ അറിയുന്ന ആൾക്കാർക്ക് പടം ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് പാ രഞ്ജിത്ത് ആരാണ്, ആളുടെ ശൈലി എന്താണെന്നൊന്നും അറിയാതെ കുറെ പേര് തിയേറ്ററിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കി പോകുന്ന ഞാൻ കണ്ടു. എന്ന് സിനിമ വന്നപ്പോൾ സിനിമ കാണാൻ പോയപ്പോൾ ആക്ച്വലി ഇത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കബാലിയുടെ അവസ്ഥ ദയവേദി ഈ സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. കബാലി ഒരു പക്ക ക്ലാസ് മൂവിയായിരുന്നു. പക്ഷെ എൻ്റെ ട്രെയിലറും മാസ് ഡയലോഗ്സും ഒക്കെ ഉണ്ട്. അതിപ്പോ കൊമേഴ്ഷ്യൽ മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പടം കണ്ടിട്ട് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവരോടാണ് പറയുന്നത്, ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞു നടക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പാ രഞ്ജിത്തിന്റെ ഒരു ക്ലാസ് മൂവിയാണ്. അല്ലെ, ഇതില് സ്റ്റണ്ടും ആക്ഷൻസും എല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മളെ എന്താ പറയാ, രോമാഞ്ചം വരുന്ന രീതിയിൽ കാണിക്കാനോ അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് മാറ്റാനോ ഒന്നും ചെയ്തിട്ടില്ല, പാ രഞ്ജിത്ത് ചെയ്തിട്ടില്ല. ഇതൊരു പക്ക ക്ലാസ് മൂവീസിന്റെ ലെയർ ബൈ ലെയർ കാര്യങ്ങൾ പറഞ്ഞു വന്ന ഒരു മൂവി. ഇതിന്റെ പോസിറ്റീവ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് പോസിറ്റീവ് വിക്രം. ഇജാതി ആക്ടിങ്. വിക്രത്തെ കുറിച്ച് പറയാതെ ഈ പടത്തിനെ കുറിച്ച് ഒരു അക്ഷരം പോലും നമുക്ക് മിണ്ടാൻ പറ്റില്ല. ഹി ഈസ് ഇൻ ആൻഡ് ഔട്ട് പക്ക പെർഫെക്റ്റ്. പിന്നെ വിക്രം കഴിഞ്ഞാൽ നമ്മളെ അഭയം കൊണ്ട് ഞെട്ടിച്ചത് പാർവതി തിരുവത്താണ്. പാർവതി തിരുവത്ത് വാസ് ബെസ്റ്റ് പെർഫോമൻസ്. കീടില് നടന്നു. വിക്രമിന്റെ ഭാര്യയായിട്ടാണ് റോള് ചെയ്തത്. വിക്രമിന്റെ ഭാര്യയായിട്ടുള്ള റോളാണ് ചെയ്തത്. ഇതില് പാർവതി തിരുവത്തിന്റെ ഒരു ആക്ടിങ് സ്കില്ല് കാണിക്കുന്ന ഒരു സീനുണ്ട്. ഈ ബ്ലൗസ് ഇതുവരെ ഇടാത്ത ആൾക്കാർക്ക് ബ്ലൗസ് കൊണ്ടുകൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ, സന്തോഷം പക്കയായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട് പാർവതി തിരുവത്ത്. പിന്നെ ഈ മൂവിയിൽ പറയാനുള്ളത് പശുപതിയുടെ ആക്ടിങ്, പിന്നെ 2 ഫോറിനേഴ്സിന്റെ ആക്ടിങ്. പിന്നെ ഈ പടത്തിന്റെ ജോണർ, അതായത് ഈ പടം പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ക്യാപ്റ്റൻ മില്ലറിലൊക്കെ ധനുഷ് പറഞ്ഞ സെയിം രാഷ്ട്രീയം തന്നെയാണ് ഇതിലും പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി മൂവിലോട്ട് പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തങ്കലാൻ എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഗോൾഡ് എന്നാണ് അർത്ഥം. അതായത് ഒരു ട്രഷർ ഹണ്ടിങ് മൂവിയാണ്. ഇവരെങ്ങനെ ട്രഷർ ഹണ്ടിലോട്ട് പോകുന്നു, അതിലത്തെ മിത്ത്, ട്രഷർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാര്, അത് മറികടന്ന് എങ്ങനെ അവർ എത്തുന്നു, അതിൽ ഇവർ ചെയ്യുന്ന സ്ട്രഗിൾസ്, പിന്നെ ജാതി, തൊട്ടുകൂടായ്മ, പിന്നെ ഈ ബ്രിട്ടീഷുകാരുടെ ഇൻവോൾവ്മെന്റ്, ഇതൊക്കെ കൂടി പറയുന്ന ഒരു ക്ലാസിക് മൂവിയാണ് തങ്കലാൻ. ഇത് പണ്ട് കാലത്ത് നമ്മ ചെയ്തതിന് ഏറ്റവും വലിയൊരു മണ്ടം നമ്മുടെ ആൾക്കാർ, അതായത് ജാതിയെ കൂടുതല് എന്താ പറയാ തൊട്ടുകൂടലൊക്കെ ഇല്ലേ, ആ സമയത്ത് നമ്മൾ ചെയ്തൊരു മണ്ടത്തരാണ്. അതായത് നമ്മൾ താഴ്ന്ന ജാതിക്കാരെ ഒന്നും കയറി തൊടുകയൊന്നും ചെയ്യില്ല. അപ്പൊ ഇതിൻ്റെ ഉള്ള ഒരു സീനുണ്ട്. ബ്രിട്ടീഷ് ഒരാൾ വന്നിട്ട് ഈ താഴ്ന്ന ജാതിക്കാരെ ഇങ്ങനെ മേത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാരിങ്ങനെ, അയ്യോ നിങ്ങളെ ആദ്യമായിട്ട് ഒരാള് ഇങ്ങനെ തൊടുന്നത്. ആ സീനൊക്കെ പക്കയായിട്ട് ഈ സിനിമ ഡെലിവർ ആയിട്ടുണ്ട്. പിന്നെ കുത്തിത്തിരിപ്പ് അറിയാലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് ഞങ്ങൾക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യേണ്ട പടമാണ്. ഇത് ഒരു റോ ടൈപ്പ് കോമഡിയോ റൊമാൻസോ ഒന്നും ഈ പടത്തിലില്ല. പക്ക സീരിയസ് മൂവിയാണ്. ഇതിൽ ഒരുപാട് പേരുടെ വണ്ടർഫുൾ ആക്ടിങ് നിങ്ങൾക്ക് കാണാം. സ്ലോ പേസ് മൂവിയാണ്. ആക്ഷൻസ് ഒക്കെ ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, ത്രില്ലും ഉണ്ട്. പക്ഷെ അതൊരു പ്രത്യേക ജോണർ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് തങ്കലാൻ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മാസ് സീൻസ് വേണം, സോങ്സ് വേണം. പിന്നെന്താണ്, ഈ മാസ് സീൻ ചെയ്യുമ്പോൾ രോമ എനിക്കണം എന്നൊക്കെ വിചാരിച്ച് പോകുന്ന ആൾക്കാർക്ക് ഡിസപ്പോയിന്റ് ആയിരിക്കും. ബിക്കോസ് ദിസ് ഈസ് എ പക്ക കൾട്ട് ക്ലാസിക് മൂവി തങ്കലാൻ. ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട് ഓൺ ദ വേ ടു വിക്രം. ബൈ.